ജിതിൻ നേരത്തെയുള്ള അവസരത്തിൽ പറഞ്ഞത് നേരത്തെ BJP ഹാർഡ് വർക്കിംഗ് മാത്രമായിരുന്നു, സ്മാർട്ട് വർക്ക് ആയിരുന്നില്ല. അത് കെ സുരേന്ദ്രനെ അദ്ദേഹം അപമാനിച്ചാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കെ സുരേന്ദ്രൻ സ്മാർട്ട് ആയിരുന്നില്ല, രാജീവ് ചന്ദ്രശേഖരൻ സ്മാർട്ടാണ്. അതുകൊണ്ടാണ് നേരത്തെ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയാതെ പോയത്. എൻ്റെ അഭിപ്രായത്തിൽ കഴിഞ്ഞ തവണ 2 ജില്ലാ പഞ്ചായത്ത് സീറ്റുകൾ ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് 1 ആയി ചുരുങ്ങി. 2 മുനിസിപ്പാലിറ്റികൾ നേരത്തെ പൂർണ്ണ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒരു മുനിസിപ്പാലിറ്റിയിലും പൂർണ്ണ ഭൂരിപക്ഷമില്ല. ഇത്രയും വാർഡുകളുടെ എണ്ണം കൂടിയിട്ടും BJPക്ക് ആനുപാതികമായിട്ട് വർധനമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല, ഒരു വിജയം ഉണ്ടാക്കാൻ സാധിച്ചില്ല. കോടിക്കണക്കിന് രൂപ ഒഴുക്കിയിട്ടും ആ വിജയം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല കഴിഞ്ഞ തവണ 17.2% വോട്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കിട്ടിയത് ഇപ്പോൾ കേവലം 16% താഴേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ ഏത് കണക്കെടുത്ത് പരിശോധിച്ചാലും ഈ കണക്ക് ഞാൻ പറയുന്നത് നിങ്ങളുടെ പാർട്ടിയുടെ മുതലാളിയുടെ ചാനലിന്റെ കണക്കാണ്. പാർട്ടിയുടെ മുതലാളിജിയുടെ ചാനൽ തന്നെ പറയുന്നു BJPയുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞു എന്ന് പറയുന്നു. ആ കണക്കാണ് ഞാൻ പറയുന്നത്. അപ്പോൾ BJPക്ക് വാസ്തവത്തിൽ പുറകോട്ട്, പിന്നെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ കാര്യത്തിൽ മാത്രമാണ്, അല്ലെങ്കിൽ കോർപ്പറേറ്റ് സീറ്റുകളുടെ കാര്യത്തിൽ മാത്രമാണ് വർധന ഉണ്ടായിട്ടുള്ളത്. അവിടെ തടഞ്ഞു നിർത്താനുള്ള ബാധ്യതയുള്ള CPM അത് ചെയ്തില്ല, അവിടെ സഹായിച്ചു. അവിടെ BJPയുടെ പൊളിറ്റിക്കൽ നറേറ്റീവ്, ഈ ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെയുള്ള BJPയുടെ ആഖ്യാനം, അത് CPM ആവർത്തിച്ചത് കൊണ്ടുള്ള ഗുണം അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. തൃശ്ശൂരിൽ ഞങ്ങൾ തടഞ്ഞു നിർത്തി, പ്രത്യേകിച്ച് ക്രൈസ്തവ മതവിഭാഗങ്ങൾ BJPയിലേക്ക് പോകുന്നത് നറേറ്റീവിനെ തെരഞ്ഞെടുത്തിയത് ഞങ്ങളാണ്. ഇനി ഹിന്ദു വിഭാഗങ്ങൾ കോൺഗ്രസ് പത്തനംതിട്ട UDF വിജയം നിങ്ങൾ കാണുന്നില്ല. എറണാകുളം അടക്കമുള്ള കോട്ടയം അടക്കമുള്ള സ്ഥലങ്ങളിൽ UDF കോൺഗ്രസ് നേടിയിട്ടുള്ള വിജയം അത് ഹിന്ദു വിഭാഗങ്ങളുടെ വോട്ട് കൂടി ചേർത്തിട്ടാണ്. ഹിന്ദു വിഭാഗങ്ങൾ ധാരാളമായി കോൺഗ്രസിലേക്ക് വന്നിരിക്കുന്നു. കോൺഗ്രസ് BJP പത്തനംതിട്ടയിലടക്കം പന്തളത്ത് പരാജയപ്പെട്ടു, കൊളനടയിൽ പരാജയപ്പെട്ടു. അല്ല ആയിക്കോട്ടെ, BJP പരാജയപ്പെട്ടല്ലോ, കോൺഗ്രസ് മുന്നിലേക്കാണല്ലോ. പത്തനംതിട്ട ജില്ലയിലടക്കം, പത്തനംതിട്ട മുനിസിപ്പാലിറ്റി അടക്കം, പത്തനംതിട്ട ജില്ലയിലടക്കം ജില്ലാ പഞ്ചായത്ത് അടക്കം ഞങ്ങളാ വിജയിച്ചത്. BJP പുറകിലോട്ടാണ് പോന്നിട്ടുള്ളത്. എല്ലാ സ്ഥലങ്ങളിലും മുന്നോട്ടാണ് ഹിന്ദു വിരുദ്ധ പാർട്ടി എന്ന് എന്തായാലും സുരേന്ദ്ര പോസ്റ്റ് വായിച്ച ആളാണ്. അല്ല ജിതിൻ, അത് പ്രശ്നമാണ്. പ്രശ്നമാണ്. പന്തളം കൊണ്ട് കളഞ്ഞു, കുളനട കൊണ്ട് കളഞ്ഞു. ഈ പറയുന്ന ചുറ്റുമുള്ള നിങ്ങൾ ഭരിക്കുന്ന സ്ഥലങ്ങളൊക്കെ പോയി. ആവണിശ്ശേരി പോയി, കൊടുങ്ങല്ലൂർ പിടിക്കുന്നു, അത് പിടിക്കാൻ പറ്റിയില്ല. ഹാഷ്മി ഞാൻ പറയട്ടെ, ഹാഷ്മി ഒരു മിനിറ്റ്. ഇവിടെ അദ്ദേഹം പറഞ്ഞു സുരേന്ദ്രൻ സ്മാർട്ട് അല്ല, ഹാർഡാണ്. അല്ല, ഹാർഡ് വർക്ക് ഇതാണ്, സ്മാർട്ട് വർക്കർ അല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതുള്ളത്. കോഴിക്കോട് കോർപ്പറേഷൻ സുരേന്ദ്രേട്ടന് ചാർജ് ഉണ്ടായിരുന്ന സ്ഥലമാണ്. അവിടുത്തെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് എടുത്ത് ശ്രീ സന്ദീപ് വാര്യർ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം അങ്ങേക്ക് കിട്ടും. അതുകൊണ്ട് അങ്ങനെ സുരേന്ദ്രനെ അപമാനിക്കാൻ എനിക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷെ അങ്ങ് അദ്ദേഹത്തെ അപമാനിക്കാൻ ഒരു മിനിറ്റ്. അപ്പോ അവിടുത്തെ എന്താണ് റിസൾട്ട് എന്നുള്ളത് അങ്ങ് പരിശോധിച്ചാൽ മനസ്സിലാവും. അതുകൊണ്ട് അങ്ങ് അതിനൊരു ആശങ്കപ്പെടേണ്ട. BJPക്ക് തെറ്റുപറ്റിയ സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ തിരുത്തി ശക്തമായിട്ട് മുന്നോട്ട് വരാം. അങ്ങ് വിഷമിക്കരുത്. വലിയ താമസമില്ലാതെ BJPയുടെ തിരിച്ചരവും BJPയുടെ മുന്നേറ്റവും ഒക്കെ അങ്ങ് കാണും. അതുകൊണ്ട് അങ്ങേക്ക് മനസ്സ് വിഷമിക്കരുത്. അങ്ങ് ദയവായി കാത്തിരിക്കും. രണ്ടാമത്തെ കാര്യം നോക്കൂ, ഇവിടെ അനിൽകുമാർ പറഞ്ഞ എന്താണ്, ഭരണവിരുദ്ധ വികാരമില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് വികാരവും ഇല്ല, വിചാരവും ഇല്ല. ജനങ്ങളെ കുറിച്ചുള്ള ഒരു വിചാരവും നിങ്ങൾക്കില്ല. ജനങ്ങൾക്ക് വേണ്ടുന്ന ഒരു കാര്യങ്ങളും നിങ്ങൾ ചെയ്യാൻ തയ്യാറായിട്ടില്ല. പിന്നെ നിങ്ങൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് BJPയെ ഞങ്ങൾ തടഞ്ഞു നിർത്തി, BJP അങ്ങനെ ചെയ്തു, BJP ഇങ്ങനെ ചെയ്തു എന്നുള്ളതാണ്. നോക്കൂ, എന്റെ സ്ഥലം കൊല്ലത്ത് നിങ്ങളുടെ അവസ്ഥ എന്താ അനിൽകുമാറെ? നിങ്ങൾ ഒന്ന് പരിശോധിച്ച് നോക്കണം. കൊല്ലം കോർപ്പറേഷൻ നിങ്ങൾ മേയറാക്കാൻ വെച്ചത് സ്ഥാനാർത്ഥികൾ മൊത്തം തോറ്റുവാരി, BJP തോപ്പിച്ചു. കൊല്ലം കോർപ്പറേഷന്റെ ഭരണം നിങ്ങൾ പോയി 25 വർഷമായിട്ട് കോർപ്പറേഷൻ രൂപീകൃതമായ ദിവസം മുതൽ കൈവച്ചുകൊണ്ടിരുന്ന സാധനമാണ്. കൊല്ലത്തെ BJPയുടെ വളർച്ച നിങ്ങളുടെ MP ഗോവിന്ദൻ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. BJP നിങ്ങളുടെ പാർട്ടിക്കുണ്ടായി തിരിച്ചടി. അപ്പൊ അതുകൊണ്ട് കേരളത്തിൽ BJP വളരുന്ന പാർട്ടിയാണ്. ചില ജില്ലകൾ ശരിയാണ്, ഞങ്ങൾക്ക് വലിയ വളർച്ചയില്ല, അത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ നിങ്ങൾ തെക്കൻ ജില്ലകളും BJPക്ക് സ്വാധീനമുള്ള വടക്കൻ ജില്ലകളും നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കുമ്പോൾ ഞങ്ങളിൽ നിന്ന് അകറ്റി നിർത്തിയിരുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഞങ്ങൾക്കൊപ്പം നിൽക്കാൻ തയ്യാറാകുന്നു. ഞങ്ങളുടെ ടിക്കറ്റിൽ മത്സരിച്ച് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട സ്ഥാനാർത്ഥികൾ ജയിച്ചു വരുന്നു. പല മണ്ഡലങ്ങളിലും നിർണായക ശക്തിയായിട്ട് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് കേരളത്തിൽ മാറുന്നു. 2026 തെരഞ്ഞെടുപ്പിൽ ഈ നിയമസഭയിൽ കൃത്യമായി അഭിപ്രായം പറയുന്ന, കൃത്യമായി നിലപാട് പറയുന്ന BJPയുടെ MLA മാർ ഉണ്ടാകും. അതിന് നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട. തലസ്ഥാനം അമിത്ഷാ ഞങ്ങൾക്ക് എന്ന ടാർഗറ്റ് തലസ്ഥാനം പിടിക്കുക എന്നുള്ളതാണ്. ഞങ്ങൾ തലസ്ഥാനം പിടിച്ചു, ഞങ്ങൾ സംസ്ഥാനവും പിടിക്കും. അതുകൊണ്ട് ഞങ്ങളുടെ വളർച്ചയെ ഓർത്ത്, ഞങ്ങളുടെ ഞങ്ങളുടെ കുറവുകൾ ഓർത്ത് സന്ദീപ് ചെറുതാക്കി കാണിച്ച് അനിൽകുമാർ നെടുവീർപ്പെടേണ്ട. പറഞ്ഞോളൂ, നിങ്ങൾ ലേലുവല്ലു പറയാൻ തയ്യാറാണ്. നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്. നിങ്ങൾ ശബരിമലയിലെ ആദ്യത്തെ യുവതീ പ്രവേശനം
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.